ഇപ്പോൾ മറ്റൊരു ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് റീത്ത് ആഭ്യന്തരമന്ത്രി സമർപ്പിച്ചതാണ്. അവർക്ക് രാജ്യം സല്യൂട്ട് നൽകുകയാണ്. വിനോദസഞ്ചാരത്തിനെത്തി 28 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശ്രീനഗറിലാണ് ഈ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതിനുശേഷം ഈ എൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മൃതദേഹങ്ങൾ വിമാനം വഴി അതാത് സ്ഥലത്തേക്ക് അയക്കും. ഇന്ന് 11 മണിക്ക് ശേഷം ശ്രീനഗറിൽ നിന്ന് കൊച്ചിയിലേക്ക് എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം എത്തും. ഇന്ന് രാത്രി 7:30 ഈ മൃതദേഹം കൊച്ചിയിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാജ്യത്തിൻ്റെ ആദരവ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അർപ്പിക്കുകയായിരുന്നു. ഓർക്കാപ്പുറത്ത് ഉണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 28 പേർക്കാണ് അദ്ദേഹം പുഷ്പാഞ്ജലി അർപ്പിച്ചത്. ഇപ്പോൾ വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, വിവരങ്ങൾ പറയൂ. തീർച്ചയായും എസ് കെ ഇപ്പോൾ അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവരുടെ കൊല്ലപ്പെട്ടവരുടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതിനായി പ്രത്യേക സജ്ജീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 11:30 അവിടെ നിന്ന് പ്രത്യേകമായ വിമാനത്തിൽ ഈ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 7 മണിയോടുകൂടിയായിരിക്കും കൊച്ചിയിൽ മലയാളിയായ രാമചന്ദ്രൻ്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലും നാവികസേനാ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ഡൽഹിയിലും എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി, ഏതാണ്ട് 1:30 അദ്ദേഹത്തിൻ്റെയും മൃതദേഹം ഡൽഹിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വദേശം ഹരിയാനയാണ്. ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഹരിയാനയിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഈ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലായവരെയും അമിത്ഷാ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ അടുത്ത കഴിഞ്ഞ 1 മണിക്കൂറിനിടെ നമുക്ക് ജമ്മു കാശ്മീരിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വിനോദസഞ്ചാരത്തിന് പോയ ആളുകളാണ്, അവർ ആഘോഷത്തിൻ്റെ ഭാഗമായി പോയവരാണ്. വേനലവധിയൊക്കെ കാലമാണ് ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ആളുകൾ. ഈ മേഖലയിൽ, ഈ പെൽഗാം മേഖല എന്ന് പറയുന്നത് തന്നെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെ നിരവധി ടൂറിസ്റ്റുകൾ അവിടെയൊക്കെ എത്താറുമുണ്ട്. അങ്ങനെ എത്തിയവരാണ്. ഇവർക്ക് നേരെ ഏറ്റവും തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഭീകരർ വെടിയുതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതൊരു പക്ഷേ ഇത്തരം വിനോദസഞ്ചാര മേഖലകളിലടക്കം വലിയ ഒരു ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ എത്തുന്ന ആളുകൾക്ക് ഒരു വലിയ ഒരു ഭയം ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം കൂടി തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ പിന്നിലെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഭീകരനാണെന്ന് സംശയിക്കുന്ന ഒരാളുടെ ദൃശ്യങ്ങളടക്കം, ഒരു ചിത്രങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ തന്നെ പുരോഗമിക്കുന്നു. അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ അദ്ദേഹം വിലയിരുത്തുന്നുമുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. മന്ത്രികാര്യ സമിതിയാണ് യോഗം ചേരുന്നത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. മുംബൈയിലും ഡൽഹിയിലും ഒപ്പം യുപിയിലുമൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നൽകിയിരിക്കുകയാണ്. ഈ മേഖലയിൽ നിന്ന് കഴിഞ്ഞ അല്പസമയം മുൻപാണ് ഒരു ബൈക്ക് അടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കാണ്. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. എൻഐയുടെ 2 സംഘങ്ങൾ ആ മേഖലകളിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു വശത്ത് ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം സൈന്യം നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അത് നാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ അടക്കം നൽകേണ്ടതായിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. എസ് കെ വിനീത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പം മുമ്പ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട 28 പേരുടെ മൃതദേഹങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി റീത്ത് സമർപ്പിച്ചു. ഈ റീത്ത് സമർപ്പിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായതാണ്. ഇനി ഈ മൃതദേഹങ്ങൾ വിമാനങ്ങൾ വഴി അതാത് നാട്ടിലെത്തിക്കും. കൊച്ചിയിൽ ഇടപ്പള്ളിയിലെ എൻ രാമചന്ദ്രൻ, അവിടെ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ മൃതദേഹം ഇന്ന് രാത്രി 7:30 മണിയോടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വിനീത, ശരിക്കും മറ്റെന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? എസ് കെ ഈ
അമിത്ഷാ ഈ റീത്ത് സമർപ്പിച്ചു. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മൃതദേഹങ്ങൾ 11:30 തന്നെ അവരവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നമുക്ക് ആദ്യ ഘട്ടത്തിൽ ഈ 21 പേരുടെ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് എത്തിക്കും. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ വിനയ് നർവാളിന്റെ മൃതദേഹം ഡൽഹിയിലായിരിക്കും എത്തിക്കുക. അദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 5 ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. 26 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലയാളിയും എടപ്പള്ളി സ്വദേശിയുമായ എൻ രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെയും മൃതദേഹം 11:30 എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിൽ എത്തിച്ച് ഡൽഹിയിൽ നിന്നായിരിക്കും കൊച്ചിയിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്കിപ്പോൾ വിവരം ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ദിനേശ് അഗർവാൾ ജയ്പൂർ സ്വദേശിയാണ്. ജയ്പൂരിൽ നിന്നും മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചായിരിക്കും എത്തിക്കുന്നത്. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ട 5 പേരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്കായിരിക്കും എത്തിക്കുക. മലയാളിയായ എൻ രാമചന്ദ്രൻ്റെ അടക്കമുള്ള മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും അവരവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം സഞ്ജയ്, ഒപ്പം ദിലീപ് എന്നിങ്ങനെ 2 പേർ. അവർ 2 പേരും മുംബൈ സ്വദേശികളാണ്. അവരുടെ മൃതദേഹവും ഇന്ന് മുംബൈയിലേക്ക് എത്തിക്കും. 12 മണിയോടുകൂടിയായിരിക്കും അത് സംബന്ധിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ ഈ കൊല്ലപ്പെട്ട ആളുകളുടെയൊക്കെ മൃതദേഹങ്ങൾ അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. പ്രത്യേക വിമാനമടക്കം ഇതിനായി ക്രമീകരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ മറുവശത്ത് നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അനന്ത്നാഗിലെ ആശുപത്രിയിൽ പരിക്കേറ്റ് ഇപ്പോഴും നിരവധി ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ പരിപാടിക്ക് ശേഷം അമിത്ഷാ ഇനി അടുത്തത് ഈ മേഖലയിലായിരിക്കും സന്ദർശനം നടത്തുക. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് അന്വേഷണം കൃത്യമായി തന്നെ പുരോഗമിക്കുന്നു. വലിയൊരു സുരക്ഷാ വലയം സൈന്യം ജമ്മു കാശ്മീരിൽ ഒന്നാകെ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഒരു ശാന്തതയോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു മേഖല, വിനോദസഞ്ചാരികളടക്കം ഈ വേനലവധിയൊക്കെ ആഘോഷിക്കാനായി എത്തിയിരുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ടൂറിസ്റ്റുകളടക്കം എത്തുന്ന ഒരു മേഖല. അങ്ങനെ അവരുടെ ഒരു ഉപജീവനമായിരുന്നു, സത്യം പറഞ്ഞാൽ അവിടെയുള്ള പ്രദേശവാസികളുടെയൊക്കെ ഒരു ഉപജീവനമായിരുന്നു ഈ വിനോദസഞ്ചാരികൾ എത്തുകയും അവർക്ക് ചെറിയ കച്ചവടവും ഒക്കെ കിട്ടുന്നൊരു കാലഘട്ടം. ആ സമയത്താണ് ഇത്തരത്തിലേക്കുള്ളൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അത് വലിയൊരു ആശങ്കയിലേക്കടക്കം കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ഇനി സുരക്ഷാ നടപടിക്രമങ്ങളടക്കം മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11 മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക അവലോകന യോഗം ചേരും. സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. അതിനുശേഷം ഒരുപക്ഷെ പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ആക്രമണം ഒരു ഭാഗത്ത് നടന്ന് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇങ്ങനെ പൂർത്തിയാക്കി വരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ഉറിയിലും ഒപ്പം തന്നെ ബാരമുള്ളയിലും വീണ്ടും ഭീകരരുടെ പ്രകോപനമുണ്ടായത്. ഈ ഭീകരർക്കെതിരെ ഓപ്പറേഷൻ ടിക്ക ആരംഭിച്ചിരിക്കുകയാണ് സൈന്യം. 2 ഭീകരരെ ഇന്ന് വധിച്ചിട്ടുണ്ട്. മറുവശത്ത് തെരച്ചിൽ തുടരുകയാണ്. എസ് കെ.